ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ഗ്യാപ് ഡൗൺ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു SGX നിഫ്റ്റിൻ്റെ ട്രെൻഡിനെ ഫോളോ ചെയ്തെന്ന് വേണം കാണാനായിട്ട്. SGX നിഫ്റ്റി രാവിലെ നോക്കുകയാണെങ്കിൽ ഏകദേശം 65 പോയിൻറ്റ്സ് ഡൗണിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ തുടർന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഡൗണിലുള്ള ഒരു ഓപ്പണിംഗ് ആണ് കാഴ്ചവെച്ചത്. 9067 നിന്ന് നിഫ്റ്റി ഓപ്പൺ ആയതിനു ശേഷം 9149 വരെ ഹൈ പോയി. ലോ നോക്കുകയാണെങ്കിൽ 8968 വരെ മാർക്കറ്റിൽ നിന്ന് ലോ പോയിട്ടുണ്ടായിരുന്നു. അതേ തുടർന്ന് 9039 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം 67 പോയിൻറ്റ്സിൻ്റെ ഡൗൺ ആണ് ഇന്ന് രേഖപ്പെടുത്തിയത്. സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 260 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇന്ന് എൻ്റെ ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും ബാങ്കിങ് സെക്ടറുകളും ഫിനാൻഷ്യൽ സെക്ടറുകളും ഈ ഒരു സെക്ടറുകളായിരുന്നു പ്രധാനമായിട്ടും ഇന്ന് മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്തത്. അതേപോലെ തന്നെ FMC, IT, അതേപോലെ തന്നെ മീഡിയ, ഈ ഒരു രണ്ട് സെക്ടറുകളായിരുന്നു പ്രധാനമായിട്ടും മാർക്കറ്റിനെ അല്ലെങ്കിൽ മാർക്കറ്റിൽ ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇനി അഡ്വാൻസസ് ഡിക്ലൈൻസ് നോക്കുകയാണെങ്കിൽ 24 സ്റ്റോക്കുകൾ അഡ്വാൻസസിലും 26 സ്റ്റോക്കുകൾ ഡിക്ലൈനിലുമാണ് നിന്നിട്ടുണ്ടായിരുന്നത് നിഫ്റ്റി 50-ൽ. ഇനി ഇതിനുള്ള പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് US ചൈന ആ ഒരു ട്രേഡ് വാർ, അതേ തുടർന്നുള്ള ടെൻഷൻസൊക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് RBI ഗവർണറിൻ്റെ വക മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന അനൗൺസ്മെൻറ്റ്സ് ആയിരുന്നു ഈ ഒരു ബാങ്കിങ് സെക്ടറുകളും ഫിനാൻഷ്യൽ സെക്ടറുകളെയൊക്കെ ഡ്രാഗ് ചെയ്യാനുള്ള പ്രധാന കാരണമായി മാറിയത്. പിന്നെ അത് മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകൾ, അതുപോലെ തന്നെ വീക്ക് എക്കണോമിക് ഡാറ്റ, ഇതൊക്കെയാണ് പിന്നെയും മാർക്കറ്റിനെ ഡ്രാഗ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ തുറന്ന് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്നൊരു ഡൗൺ ട്രെൻഡിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഒരു ലോസിൽ ഓപ്പൺ ആയതിന് ശേഷം പിന്നീട് ആ ഒരു സൈഡ് വേയിലായിരുന്നു മാർക്കറ്റ് പോയി എൻഡ് ആയിരിക്കുന്നത്. ഇനി നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോജി പോലത്തെ ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഫോം ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൻ്റെ ഇപ്പോൾ എങ്ങോട്ടേക്കാണ് മൂവ്മെൻറ്റ് എന്നുള്ളത് നമുക്ക് പറയാനായിട്ടില്ല. വരും ദിവസങ്ങളിൽ മാർക്കറ്റിൽ നിന്ന് വാച്ച് ചെയ്യുക. പിന്നെ ഇപ്പോൾ ഒരു മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 9200 ആ ഒരു റേഞ്ചിൽ നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ 8900 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പ്രതീക്ഷിക്കാവുന്നതാണ്. പക്ഷേ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം മാർക്കറ്റിൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന സാഹചര്യങ്ങൾ, അതായത് US ചൈന ട്രേഡ് വാറിനെ കുറിച്ചുള്ള ന്യൂസുകൾ, അതുപോലെ തന്നെ ഇപ്പം കൊറോണയെ സംബന്ധിച്ച് വരുന്ന റിപ്പോർട്ടുകളൊക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇനിയും മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിനെ നമ്മൾ ന്യൂസുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഹാമർ പോലത്തെ ഒരു പാറ്റേൺ ഫോം ആയിട്ടുണ്ട് ഈ ഒരാഴ്ച. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എങ്കിലും നമുക്ക് ഇപ്പം ഒരു കൺഫർമേഷൻ പറയാനായിട്ടില്ല. കാരണം നമ്മുടെ ഒരു എക്കണോമിക് ഡാറ്റ എല്ലാം വീക്കാണ് എന്നുള്ള രീതിയിലുള്ള അനൗൺസ്മെൻറ്റ്സ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ന്യൂസുകളെ അതേപോലെ തന്നെ വരുന്ന അനൗൺസ്മെൻറ്റ്സിനൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതേ തുടർന്നുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ തുടരുന്നതായിരിക്കും ഈ ഒരു സമയത്തും നല്ലത്. ഇനി നമ്മൾ ഗ്ലോബൽ ലെവലിലുള്ള മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് നെഗറ്റീവിലാണ് ഇന്നലെ എൻഡ് ആയിരിക്കുന്നത്. 90 പോയിൻറ്റ്സ് ഡൗണിലാണ് നാസ്ഡാക്ക് എൻഡ് ആയത്. അതുപോലെ തന്നെ ഇന്ന് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസിൻ്റെ ഫീച്ചേഴ്സ് അവിടെ ഏകദേശം 120 പോയിൻറ്റ്സ് ഡൗണിലാണ് ഇപ്പോൾ റിപ്പോർട്ട് ആയിരിക്കുന്നത്. പിന്നെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു മിക്സ്ഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ SGX നിഫ്റ്റി ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം തന്നെ നെഗറ്റീവിൽ നിൽക്കുന്നു. SGX നിഫ്റ്റി ഇപ്പം 65 പോയിൻറ്റ്സ് അപ്പിലാണ് റൺ ആയിക്കൊണ്ടിരിക്കുന്നത്. ഗോൾഡിൻ്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ എന്നിട്ട് വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ ആ ഒരു US ചൈന ട്രേഡ് വാറിൻ്റെ ടെൻഷൻസൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഗോൾഡാണ് സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഇൻവെസ്റ്റേഴ്സ് മാറിയതാണ് പ്രധാന കാരണം. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിൽ ഒരു ഡൗൺ റിപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 258 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് അവർ മാർക്കറ്റിൽ നടത്തിയത്. ഇന്ന് നോക്കുകയാണെങ്കിൽ 1353 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ഇന്ന് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഇന്ന് അവരുടെ ഭാഗത്ത് നിന്ന് 344 കോടിയുടെ നെറ്റ് വിത്ഡ്രോവലാണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ രൂപയുടെ മൂല്യം നോക്കുകയാണെങ്കിൽ ഇന്ന് ഡോളറിന് അഗേൻസ്റ്റായിട്ട് 34 പൈസയുടെ ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 75 രൂപ 95 പൈസയിലാണ് ഇന്ന് ഡോളറിന് അഗേൻസ്റ്റായിട്ട് രൂപ എൻഡ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റുകൾ പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് പ്രധാനമായിട്ടും നിഫ്റ്റിനെ ഡ്രാഗ് ചെയ്ത സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്കുകൾ തന്നെയായിരുന്നു. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം RBI ഗവർണറിൻ്റെ അനൗൺസ്മെൻറ്റ്സ് ആണ്. അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇനി ഇന്നത്തെ ഒരു ഈ ഒരു ആഴ്ചയിലെ ഡാറ്റ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫാർമയായിരുന്നു ബിഗ്ഗസ്റ്റ് ഗെയിനേഴ്സായിട്ട് ഈ ഒരാഴ്ച പെർഫോം ചെയ്തത്. അതേ തുടർന്ന് IT, അതുപോലെ തന്നെ FMCG സെക്ടറുകൾ ഇന്ന് ഈ ഒരാഴ്ച പോസിറ്റീവിൽ പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കും PSU ബാങ്ക് അതുപോലെ തന്നെ റിയാലിറ്റി ഈ ഒരു സെക്ടറിലുള്ള സ്റ്റോക്കുകളായിരുന്നു ഈ ഒരാഴ്ച ഏറ്റവും കൂടുതൽ ഡൗൺ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇന്ന് RBI ഗവർണറിൻ്റെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവർ റിപ്പോ റേറ്റിൽ ഒരു 40 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം 4.4% നിന്ന് അത് വീണ്ടും 4% ആയിട്ട് വീണ്ടും കുറച്ചിട്ടുണ്ട് റിപ്പോ റേറ്റ്.
പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവർ ബാങ്കുകൾക്ക് കൊടുത്തിരുന്ന ഒരു മൊറട്ടോറിയം അത് പിന്നെയും 3 മാസം അവർ എക്സ്റ്റെൻഡ് ചെയ്തു, ഓഗസ്റ്റ് 31 വരെ. അപ്പോൾ ഇതായിരുന്നു പ്രധാനമായിട്ടും ആ ഒരു ഇൻവെസ്റ്റേഴ്സിനെ വീണ്ടും വറി ചെയ്തത്. കാരണം ആ ഒരു ബാങ്കിങ് സെക്ടറുകളിലൊക്കെ വീണ്ടും ഈ ഒരു മൊറട്ടോറിയം എക്സ്റ്റെൻഡ് ആകുന്നതുകൊണ്ട് തന്നെ ഇത് കൂടുതൽ ഇമ്പാക്റ്റുകൾ ബാങ്കിൽ കൊണ്ടുവരും എന്നുള്ളൊരു ഒരു ടെൻഷനായിരുന്നു ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ടായിരുന്നു ഇന്ന് ബാങ്കിങ് സെക്ടറുകളൊക്കെ നല്ല രീതിയിൽ ഡൗണിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് RBI ഗവർണറിൻ്റെ അനൗൺസ്മെൻറ്റ്സിൽ ഈ ഒരു 2021 ഒരു GDP ഗ്രോത്ത് അത് നെഗറ്റീവിലായിരിക്കും എന്ന് ഗവർണർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഒരു റിസഷൻ ഫേസിലാണ് എന്നാണ് ഇപ്പം RBI ഗവർണറും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എക്കോണമി ഡാറ്റയൊക്കെ നോക്കുകയാണെങ്കിൽ വളരെ വീക്കായിരിക്കും എന്നാണ് ഇപ്പം RBI ഗവർണർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക, വരും ദിവസങ്ങളിലൊക്കെ മാർക്കറ്റിനൊന്ന് വാച്ച് ചെയ്യുക. നമുക്കെന്തായാലും ഈ ഒരു ഡാറ്റകളൊക്കെ കാണുമ്പോൾ തന്നെ മാർക്കറ്റിൽ ഇനിയും നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരും എന്ന് തന്നെയാണ് ഈ ഒരു ഡാറ്റകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ളൊരു ടെൻഷനൊന്നും ഈ ഒരു സമയത്ത് വേണ്ട. നമുക്കിനിയും തീർച്ചയായിട്ടും ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ വരും എന്ന് തന്നെയാണ് ഈ ഒരു ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ അടുത്തൊരു അനൗൺസ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾക്ക്, ആ ഒരു ബാങ്കുകൾക്കെല്ലാം ഒരു റീഫിനാൻസിങ് ഫെസിലിറ്റി 15,000 കോടിയുടെ ഒരു റീഫിനാൻസിങ് ഫെസിലിറ്റിയും ഇന്നത്തെ ആ ഒരു അനൗൺസ്മെൻറ്റിൽ RBI ഗവർണർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവരുടെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് പുതിയ റൂൾസ് അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ നോക്കുകയാണെങ്കിൽ ചൈന അതേപോലെ തന്നെ ഹോങ്കോങ് ആ ഒരു ഭാഗത്തുനിന്ന് വരുന്ന ഇൻവെസ്റ്റേഴ്സിനൊക്കെ കൂടുതൽ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരും എന്ന് അതിനുള്ളൊരു റൂൾസൊക്കെ ഇന്ത്യ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ചൈന ഗവൺമെൻറ് ഒരു അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ സ്റ്റോക്ക് അപ്ഡേറ്റുകളിൽ ഇൻഡിഗോ നോക്കുകയാണെങ്കിൽ മെയ് 25 തൊട്ട് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ ആരംഭിക്കും എന്നവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഏവിയേഷൻ മിനിസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അനൗൺസ്മെൻറ്റിനെ തുടർന്ന് അപ്പോൾ ഇത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇന്നും ഈ സ്റ്റോക്കുകൾ ഒരു അപ് ട്രെൻഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ബന്ധൻ ബാങ്ക് നോക്കുകയാണെങ്കിൽ അവർക്ക് അഞ്ച് ജില്ലകളിൽ 49 ബാങ്കിങ് യൂണിറ്റ്സ് അവിടെ ഉംപുൻ സൈക്ലോണിൻ്റെ ഇതായിട്ട് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 260 കോടിയുടെ ബിസിനസ് ലോസ് അവർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഇന്ന് സ്റ്റോക്ക് ഡൗണിലായിരുന്നു പോയത്. പിന്നെ അതുപോലെ തന്നെ ONGC അതുപോലെ തന്നെ NTPC ഇവർ ഒരു ജോയിൻറ്റ് വെഞ്ചറായിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ട്, അതായത് ഒരു റിന്യൂവബിൾ എനർജി ബിസിനസ്സിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ NIIT അവരുടെ ആ ഒരു സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ അവർ ഷെയർ ബൈബാക്കിനായിട്ട് ഏകദേശം 19.56 ലക്ഷം ഷെയർസ് അത് ബൈബാക്ക് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മെയ് 29 മുതൽ ജൂൺ 11 വരെയാണ് ഡേറ്റ്. ഏകദേശം 1,725 രൂപ പെർ ഷെയർ ആണ് അവർ പ്രൈസ് കൊടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം 20% മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിൽ 20% മുകളിലാണ് അവരിപ്പം ബൈബാക്ക് പ്രൈസ് ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് നല്ലൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു അവർക്ക്. അതേ തുടർന്ന് ഇന്ന് 4% വരെ ഈ സ്റ്റോക്ക് അപ്പ് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ലൂപ്പിൻ നോക്കുകയാണെങ്കിൽ അവർക്ക് USFDA നിന്ന് വീണ്ടും ഒരു ഡ്രഗിന് വേണ്ടിയുള്ള ഒരു അപ്രൂവൽ കിട്ടി. അത് അവർക്കൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. പിന്നെ JSW സ്റ്റീൽ ഇന്ന് അവരുടെ Q4 ഏണിങ്സ് റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇത് ബ്ലൂംബർഗ് ഡാറ്റയുടെ പ്രകാരം അവർ ഏണിങ്സ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് റവന്യൂവിൽ 17% ഡിക്ലൈൻ ആണ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ EBITDA നോക്കുകയാണെങ്കിൽ 31.3% ഡൗൺ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിൽസ് വോളിയം നോക്കുകയാണെങ്കിൽ 13.9% ഡൗൺ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർ പറയുന്നു. പിന്നെ ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ ഏണിങ്സ് നോക്കുകയാണെങ്കിൽ റവന്യൂവിൽ 6.4% വർധനവാണ് അവർ Q4 രേഖപ്പെടുത്തിയത്. പിന്നെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 91.3% ഡിക്ലൈൻ ആണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ EBITDA നോക്കുകയാണെങ്കിൽ അവിടെയും 15.6% ഡൗൺ അവർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അവർക്കൊരു നെഗറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി ഇന്നത്തെ ഗ്ലോബൽ ലെവലിലെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ കൊറോണ 1,18,000 മുകളിലേക്ക് ഇപ്പം പോയി നിൽക്കുന്നു. അത് കൂടുതൽ കേസുകൾ ഇന്ന് റിപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല US മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അവിടെ വന്നൊരു റിപ്പോർട്ട് പ്രകാരം ഈ ഒരു പുതിയതായിട്ട് ഏകദേശം 2.44 മില്യൺ ജോബ്ലെസ് ക്ലെയിംസ് അവർ റിപ്പോർട്ട് ചെയ്ത് അതിൻ്റെ ബെനിഫിറ്റ്സ് അവർ വീണ്ടും റിപ്പോർട്ട് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമാത്രമല്ല ഇപ്പോൾ നമ്മൾ US നോക്കുകയാണെങ്കിലും ഇപ്പോൾ ഒരു എക്കണോമിക് ഡാറ്റ എല്ലാം വളരെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റുകൾ ലോങ് ടൈമിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികമാണ്. ഇപ്പോൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിലും ഒരു നെഗറ്റീവ് ഗ്രോത്തുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ വരുന്നതെല്ലാം തന്നെ നമുക്ക് കൂടുതൽ ഗ്രോത്തിനുള്ള അല്ലെങ്കിൽ മാർക്കറ്റ് തിരിച്ചു വരാനുള്ള സാധ്യതകൾ ഇനിയും ടൈം എടുക്കും എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. നമുക്കെന്തായാലും ഒരു നിയർ ടൈമിൽ നല്ലൊരു തിരിച്ചുവരവ് മാർക്കറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു സമയത്ത് കണ്ടീഷനെല്ലാം കാണുമ്പോൾ തന്നെ.
അതുകൊണ്ട് തന്നെ ഒന്ന് കോഷ്യസ് ആയിട്ട് ഇരിക്കുക. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ കോഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത് തന്നെ ശ്രദ്ധിക്കുക. അന്നേരം എപ്പോഴും നമ്മൾ ആ ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നല്ല സ്റ്റോക്കുകൾ തിരഞ്ഞെടുത്ത് നല്ല വാല്യൂ ഉള്ള സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടരുന്നതാണ് നല്ലത്. നമുക്ക് ആ ഒരു അറ്റ്ലീസ്റ്റ് നമുക്കൊരു മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കൊറോണയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ്നെസ് കിട്ടുന്നത് വരെ എന്തായാലും നമുക്ക് ഇനിയും ഓപ്പർച്യൂണിറ്റികൾ മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഒരിക്കലും ഓപ്പർച്യൂണിറ്റികൾ മിസ്സാകില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ അനാലിസിസൊക്കെ കൂടുതൽ സ്ട്രോങ് ആക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് വഴിയായിട്ട് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോകളായിട്ട് നമുക്ക് കാണാം. അതുവരെ ദിസ് ഇസ് ടോണി സൈനിങ് ഓഫ്.